ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ ടോപ്പിക് DFൻ്റെ കറണ്ട് സിറ്റുവേഷനും ഗൈഡൻസും. ഓക്കെ, DFസിന് കുറച്ച് ദിവസമായിട്ട് കാലിന് നല്ല വേദന, പ്രത്യേകിച്ച് റൈറ്റ് സൈഡ് നല്ല വേദന, നീര് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ 2 ദിവസമായിട്ട് കാലിലെ വേദന അങ്ങനെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ കൈക്ക്, ഷോൾഡറിനും കൈക്കും ഈ റൈറ്റ് സൈഡ് മാത്രമാണ് പെയിന്. ലെഫ്റ്റ് സൈഡ് വലിയ കുഴപ്പമില്ല. റൈറ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ പെയിന് നിൽക്കുന്നത്. പിന്നെ ഇത് ഈ പെയിന് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ DMൻ്റെ റൂട്ട് ചക്രയും സോളാർ പ്ലക്സസും ക്ലെൻസിങ് നടക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ്, അതായത് അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് ഒന്നിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവർ മൊത്തത്തിലൊന്ന് ബ്ലോക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് റൂട്ട് ചക്രയിലും അതുപോലെ തന്നെ സോളാർ പ്ലക്സസിലും അവർക്ക് ക്ലെൻസിങ് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് റൈറ്റ് സൈഡിൽ ഈ പെയിൻ അനുഭവപ്പെടുന്നത്. അതുകൂടാതെ ഭയങ്കരമായിട്ട് എനർജി ലോസ് ഇന്നലെ ഇന്നും. അതായത് എനർജി ലോസ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ചിന്തകളൊക്കെ ഒരുപാട് അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളല്ല, മൊത്തത്തിൽ തിരിഞ്ഞു. നമ്മുടെ ഈ ഫുൾ മൂണൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പോലെ, എന്തിനാണ് ഞാൻ എന്താ പറയുക, ഈ ജേണി ഇനി സക്സസ് ആകുമോ, എന്നെക്കൊണ്ടിത് പറ്റുമോ, ഞാൻ വിചാരിച്ച രീതിയിലല്ലല്ലോ ഇതൊന്നും, ഞാൻ ഈ ഒരു ജേണിയിലേക്ക് വന്നത് തന്നെ യൂണിയന് വേണ്ടിയിട്ടാണ്, പക്ഷേ യൂണിയൻ അല്ല ഇതിൻ്റെ അറ്റ്മോസ്റ്റ് തിങ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി, എനിക്കതിലേക്കൊക്കെ എത്താൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞൊരു ദിവസമാണ് ഈ 2 ദിവസം, പ്രത്യേകിച്ച് ഇന്ന്. ഒരു കമൻറ്റും ഉണ്ടായിരുന്നു, ജീവിച്ച് മതിയായി എന്നൊക്കെയുള്ള രീതിയിലുള്ള സെയിം സിറ്റുവേഷൻ തന്നെയാണ് എല്ലാ DFസും പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം മാത്രമാണെന്ന് അല്ല. ഇനി ഈ ഭൂമിയിൽ ഒരു ജന്മം വേണ്ട, ഒരു മോക്ഷം കിട്ടിപ്പോയാൽ മതി എന്നുള്ളവരൊക്കെ ഒരവസ്ഥ, അതല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഈ ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത. ഇത് നമ്മുടെ ചിന്തയല്ല സത്യത്തിൽ. അതവിടെ DM അയാളുടെ ഒരു ഫിസിക്കൽ വേൾഡിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മൾ അത്രയും ഫിസിക്കൽ വേൾഡിൽ അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ആ ചിന്ത നമ്മളിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ലൈഫ് ഇപ്പോൾ അറിയാമല്ലോ, അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്. ഓക്കെ, ഫിസിക്കൽ വേൾഡിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആക്കി കൊണ്ടുവരികയാണ് ഡിവൈൻ. അത് കക്ഷിക്ക് താങ്ങാനാവുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു ആരംഭത്തിൽ ഉണ്ടാകുന്ന ഒരു ഉലച്ചിലാണ്. എല്ലാവരും കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ഭദ്രമായിട്ടൊക്കെ ജീവിക്കുന്നു, എനിക്കതിന് സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ, എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, ഒരു ജോലിയില്ല, അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുകയാണ്. ആ ഒരു റിഫ്ലക്ഷനാണ് നമ്മളിലേക്ക് വരുന്നത്. അതുമല്ല, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഈ 2 ദിവസങ്ങളായിട്ട് മിറർ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അതായത് 1001, ഓക്കെ, അല്ലെങ്കിൽ 1221, അങ്ങനെ മിറർ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കും. അതായത് അവരവിടെ നെഗറ്റീവായിട്ടിരിക്കുന്നു, അതേ ഇത് തന്നെ നമ്മളിവിടെ പ്രതിഫലിപ്പിക്കുന്നു. DM എങ്ങനെയാണോ നെഗറ്റീവ് സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നത്, അതേ എനർജി സോൾ ലെവലിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിലൊരു ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സോൾ മെർജിങ് മുന്നേ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോൾ മെർജിങ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്, അത് നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളൊരു ഗുഡ് ന്യൂസ് അതിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെയധികം നെഗറ്റീവായിട്ടാണത് നമ്മൾ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് DFസിന് ചെയ്യാൻ ഒരു കാര്യമുണ്ട്. അവർ അവിടെ നിന്ന് ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ അതുപോലെ
നമ്മളും അതുപോലെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ആത്മീയ തലത്തിലാണ് നെഗറ്റീവ് ആകുന്നത്, അവരവരുടെ ഫിസിക്കൽ വേൾഡിൽ. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇത്രയും ഡൗൺ ആയി പോകുമ്പോൾ അത് മനസ്സിലാക്കുക. പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫുൾ മൂൺ ഇല്ല, വേറെ ഒരു പ്രത്യേകതയും ഇല്ല, നമുക്കിങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജി അല്ല, നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് DMൻ്റെ എനർജി ആണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പവറിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ, അയാൾ തന്ന നെഗറ്റീവ് സിറ്റുവേഷൻ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യിക്കാതെ നമ്മളൊന്നൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരും. അതിനെന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ചെയ്യാൻ പറ്റുക, നിങ്ങളിപ്പോൾ ഈ ചാനലിലേക്ക് വരിക, ഏതെങ്കിലും ഒരു വീഡിയോ, നിങ്ങൾക്ക് ഗൈഡഡ് ആയിട്ടൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരും, ആ ഒരു വീഡിയോ നിങ്ങൾ കാണാം. അപ്പോഴേക്കും കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ആകും. എല്ലാ വീഡിയോസിലും നമുക്കൊന്ന് ബൂസ്റ്റ് ആകേണ്ട എല്ലാ ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒന്ന് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ നമ്മൾ തളർന്നിരിക്കുകയോ ആലോചിച്ചിരിക്കുകയൊക്കെയോ അവരെക്കുറിച്ച് ഒരു ആലോചന വന്നൊരു ദിവസമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡൈവേർട്ടഡായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിയൊരു ദിവസമാണ്. ഓക്കെ, അപ്പോൾ കോണ്ടാക്റ്റിലേക്കൊന്നും പോകാതെ നമുക്ക് പഴയതുപോലെ തുടർന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വീഡിയോ കാണും, ഒന്ന് ബൂസ്റ്റപ്പ് ആകുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, വെറുതെ ഇരുന്ന് ടൈം കളയുവാണ്, ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്, ഞാനൊന്ന് പോസിറ്റീവ് ആകണം, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന DMൻ്റെ എനർജിയാണ്, എനിക്ക് തിരിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജി അങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അദ്ദേഹവും സ്റ്റേബിളാവും. അത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഡേയിലേക്ക് വരിക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ, അപ്പോൾ ഒന്ന് തിരിച്ച് വന്ന് നമ്മളൊരു ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് തിരിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക. ഞാൻ എന്താണ് ചെയ്യാതെ മാറ്റി വെച്ചത്, അതിൽ ഇപ്പോൾ എന്താണ് ചെയ്യാൻ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് ചിന്തിക്കുക, അതിലേക്ക് പോവുക, ആ ജോലികളിൽ എൻഗേജ്ഡ് ആകുക. അപ്പോൾ ആ ദിവസം നിങ്ങൾ ചെയ്യാതെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും, ആ ബാക്കിയുള്ള ജോലിയെല്ലാം ഉണ്ടാകും, അതെല്ലാം ചെയ്ത് ആ ഡേ ഒന്ന് ഫുൾ എൻഗേജ്ഡ് ആവുക. പിന്നെ എന്നും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, ഇന്ന് നമ്മളെ ഒരു റുട്ടീനിനേക്കാളും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളന്ന് ചെയ്യുക, ഒന്ന് സെൽഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ എനിക്ക് ഇതിൽ ഹെൽപ്ഫുൾ ആയത്, ഇന്ന് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു സെൽഫ് ലവ് അഫർമേഷനായിട്ട് ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ഡൗണായി പോയ സമയത്ത് അത് നിജു സാറാണ് വന്നിട്ട് അത് ലൈക്ക് ചെയ്തിട്ട് പോയത്. ലൈക്ക് ചെയ്തൊരു കമൻറ്റ് ഇട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ ആ ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും ആ ഒരു അഫർമേഷൻ കേൾക്കുകയും പിന്നെ എൻ്റെ മനസ്സിൽ ഫുള്ളും പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു പഴയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഞാനൊന്ന് ബൂസ്റ്റപ്പായി. ഈ അഫർമേഷൻ ഒരു 4-5 വട്ടം ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ആ അഫർമേഷൻ തന്നെയായിരുന്നു. അതെനിക്കൊരു ബൂസ്റ്റിംഗ് എനർജി നൽകി. ഞാൻ എൻ്റെ എല്ലാ ജോലികളിൽ എൻഗേജ്ഡായി. ഞാൻ ഓക്കെ ആ ഒരു പിന്നെ ഡിവൈനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ കണക്റ്റഡ് ആക്കി തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ DMൻ്റെ എനർജിയാണ് പിക്ക് ചെയ്ത് ഇങ്ങനെ ഇരുന്നത്. ഓക്കെ, ഞാൻ കുറച്ചധികം ബിസി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ആ എനർജി, നെഗറ്റീവ് എനർജി കളയാൻ കഴിയും, ഞാൻ ഓക്കെ ആകും എന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ പിക്ക് ചെയ്തു, ബട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് വൈബാണ് അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ നിന്ന് പോസിറ്റിവിറ്റിയല്ലേ കൊടുക്കുന്നത്, ആ ഒരു പോസിറ്റിവിറ്റി അവരിലേക്ക് എത്തുകയും അവരൊന്ന് സ്റ്റേബിൾ ആവുകയും അവരും നമ്മുടെ സെയിം വൈബിലേക്ക്, സെയിം പേജിലെത്താൻ അവർക്ക് സാധിക്കില്ല, എന്നിരുന്നാലും അവർ കുറച്ചൊന്ന് സ്റ്റേബിൾ ആകും. ഓക്കെ, അവരൊരു ഫിസിക്കൽ വേൾഡിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് സെയിം വൈബിലെത്താൻ സാധിച്ചില്ലെങ്കിലും അത് അവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന മിറർ നമ്പേഴ്സാണ്, ബട്ട് പിന്നെ കാണുന്നത് എല്ലാം സെയിം നമ്പേഴ്സാണ്. അതായത് അതുവരെ 1001 എന്ന് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ പിന്നെ കാണുന്നത് 1010, അതായത് 10 എന്ന് കാണും. 1221 എന്ന് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ പിന്നീട് 1212 എന്ന് കാണും. ഓക്കെ, സെയിം നമ്പേഴ്സ് കാണാം, മിറർ ചെയ്യാത്ത നമ്പേഴ്സ് കാണാം. അതായത് ഇപ്പോൾ മിററിങ് ഇല്ല, നമ്മൾ കൊടുത്തൊരു പോസിറ്റീവ് വൈബിൽ അവർ ആ ഒരു സെയിം ആയിട്ട് നിൽക്കുകയാണ്, രണ്ടുപേരും സെയിം ആയിട്ട് നിൽക്കുകയാണ് എന്നാണത് ഏഞ്ചൽസ് കാണിച്ചു തരുന്നത്. ഇതാണ് നമുക്ക് ഈ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം.
ഓക്കെ, നമ്മൾ ഡി എമ്മിൻ്റെ എനർജിയാണ്. അതായത് പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച്, ഇന്നലെ വരെ നല്ല പോസിറ്റീവായിട്ട് നിന്ന ആൾ പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ, അത് വേറെ എനർജി എഫക്ട്സ് ഒന്നും ഇല്ലാതെ ഒരു ചേഞ്ച് വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക ഡി എമ്മിൻ്റെ എനർജിയാണ്. അതിന് മുന്നേ ഞാൻ ഡി എമ്മിൻ്റെ അപ്ഡേറ്റ് തന്നിരുന്നു, അവർ എനർജി ലോസ് ആയിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ മനസ്സിലാക്കുക ആ എനർജി ഇങ്ങോട്ടേക്ക് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജി തിരിച്ച് സെൻഡ് ചെയ്യാം. അപ്പോഴേക്കും അവരും സ്റ്റേബിളാവും, നമ്മളും സ്റ്റേബിളാവും. ഇതാണ് ഇതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ. പിന്നെ ഡി എഫ്സിന് ചെയ്യേണ്ട ഗൈഡൻസസ് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ചെയ്യാം. അത് നമ്മൾ ഒരു പെട്ടെന്നൊരു റിലീഫിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇത് ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, അത് പെട്ടെന്നൊരു റിലീഫ് കിട്ടും. നമ്മൾ പറഞ്ഞ ആ ഒരു എന്താ പറയുക, ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനവും മൃത്യുഞ്ജയ അർച്ചനയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെയും ഒരു ദൈവ കടാക്ഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സാണ്. ഇതിന് വളരെ നല്ലൊരു ഫലം ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് ഈ ഒരു ജേണിയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ വേ എന്ന് പറയുന്നത്. അത് നമ്മളൊരു അവരൊരു പെട്ടെന്നൊരു നെഗറ്റിവിറ്റിയിലേക്കോ ഞാനതിൽ പറഞ്ഞ അപകടാവസ്ഥയിലേക്കോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംരക്ഷണമാണ് നമ്മളവിടെ ചോദിച്ചത്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യവും കൂടി ആണ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ചെയ്യാം. അതുകൂടാതെ ഒരു നെഗറ്റീവ് എനർജി അറ്റാക്കും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡി എമ്മിന് ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സൺ ഡി എമ്മിനെ ഫിസിക്കലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിം റിഫ്ലക്ഷൻ നമ്മുടെ ഡി എഫ്സിലും കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ചക്രാസ് ക്ലെൻസ് ചെയ്യുമല്ലോ, അതിനൊപ്പം തന്നെ ആ ചക്രാസ് എന്നും ചെയ്യുമ്പോൾ ചെയ്യുക. അതിനുശേഷം സോളാർ പ്ലെക്സസിൻ്റെ സെപ്പറേറ്റ് ചെയ്യുക. സോളാർ പ്ലെക്സസിൽ നിന്നും ആ ഒരു കാർമിക് അക്കൗണ്ട് റിലീസായി, അല്ലെങ്കിൽ ആ ഒരു കാർമിക് എനർജി അവിടെ കോഡായി നിൽപ്പുണ്ടെങ്കിൽ അത് റിലീസായി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ആ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളതൊന്നും ആലോചിച്ച് വിഷമിക്കാൻ പോകണ്ട. ഇതൊക്കെ ജേണിയുടെ ഭാഗമാണ്. നമ്മുടെ ഡിവൈൻ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണത്. നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. നമ്മുടെ 5D ലെവലിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് വെറും ഫിസിക്കൽ വേൾഡാണ്. ഇതൊക്കെ റിലീസ് ചെയ്യിക്കാനുള്ള എനർജി നമുക്ക് ഡിവൈൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്ന് സോളാർ പ്ലെക്സസ് ക്ലെൻസ് ചെയ്ത് റിലീസ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ലാതെ ഡി എമ്മിന് അവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡി എമ്മിന് അതുവരെ ഡി എമ്മിനോടൊപ്പം സ്നേഹിച്ച് ഡി എമ്മിൻ്റെ സഹായങ്ങൾ കൈപ്പറ്റി ഡി എമ്മിനെ കൂട്ടിച്ചേർന്ന് നടന്നിരുന്ന വ്യക്തികൾ, ഓക്കെ, അതായത് ഡി എമ്മിൻ്റെ കാർമിക്സ്, അവർ നന്നായിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട്, പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട്, അധിക്ഷേപിക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ അതേ കാര്യങ്ങൾ നമ്മുടെ കാർമിക്സ് നമ്മളോടും കാണിക്കും, സെയിം റിഫ്ലക്ഷൻ കാണിക്കും. നമ്മളെ നന്നായിട്ട് പെയിൻ തരുന്ന രീതിയിൽ നമ്മുടെ കാർമിക്സ് നമ്മളോട് പെരുമാറും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് വരും. നമ്മളൊരു ജോലി നമ്മളൊരു പ്രയത്നിച്ചാൽ പോലും നമുക്ക് റിസൾട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. അതേ സെയിം കാര്യം തന്നെയാണ് ഡി എമ്മിന് നടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മുടെ എനർജി ലെവലൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ നന്നായിട്ടൊന്ന് പോസിറ്റീവ് ആകുക. നിങ്ങൾക്കൊന്ന് നല്ല ഹാപ്പിനെസ് തരുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. ഇപ്പോൾ ഫുഡൊക്കെ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ളൊരു ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ആസ്വദിച്ച് കഴിച്ച്, അല്ലെങ്കിൽ ആ ഫുഡൊക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത്, നിങ്ങളൊരു സൺഡേയും കൂടെ അല്ലേ, ഒരു ഫാമിലി ടൈമൊക്കെ എൻജോയ് ചെയ്യൂ. നമ്മൾ എത്ര ഹാപ്പിയായിട്ടിരിക്കുന്നു അതിൻ്റെ ഒരു 50% എങ്കിലും അവിടെ കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അത്രയും ആകുമ്പോൾ തന്നെ അവരൊന്ന് ഹാപ്പിയായി, ഒന്ന് റിലാക്സ്ഡായി, പീസ്ഫുള്ളായിട്ട് വരും. പിന്നെ നമ്മളിത് എപ്പോൾ നമുക്ക് എനർജി ഇംബാലൻസ് വന്നാൽ ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് അവരെ സ്റ്റേബിളാക്കി നമ്മുടെ ഒരു ജേണിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം, ആ ഒരു ഹെവി എനർജി നിങ്ങൾ പിക്ക് ചെയ്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാകും, ദാഹം ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക, ഹെൽത്തൊന്ന് അത്യാവശ്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.